ടാർഗറ്റ് ഓഡിയൻസിന് കറക്റ്റ് മനസ്സിലാക്കാതെ ഒരു ബ്രാൻഡിങ്ങും അതിൻ്റെ വിഷ്വൽ ഐഡൻറ്റിറ്റിയും ചെയ്തിട്ട് കാര്യമുണ്ടോ? ഏതൊരു ബ്രാൻഡും ടാർഗറ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. വേൾഡ് ഹാപ്പിനെസ് കോഡ് ചെയ്തിട്ടുള്ള 3 പ്രൊജക്റ്റുകൾ പരിചയപ്പെടാം. ആന്ധ്ര ബേസ് ചെയ്തിട്ടുള്ള ചന്ദന ബ്രദേഴ്സ് എന്ന വലിയൊരു റീറ്റെയിൽ ചെയിൻ, അവരുടെ ജ്വല്ലറി സെഗ്മെൻ്റ് ആയ ചന്ദനാസിന് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ബ്രാൻഡിങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആന്ധ്ര ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ കൺസിഡർ ചെയ്യേണ്ടതുണ്ടായിരുന്നു. അവർക്ക് അവരുടേതായ തന്നെ ഒരു ജ്വല്ലറി കൾച്ചർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലോഗോ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്വാൻ്റെ എലമെൻറ്റും ഉണ്ട്, അതിലേക്ക് നമ്മൾ സെയിം കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്തു അതിനൊരു കസ്റ്റമർ ബ്രാൻഡാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ചന്ദനാസിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു വിയർ ലൈറ്റിൻ്റെ ബ്രാൻഡിങ്. വിയർ ലൈറ്റ് ഒരു ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ബ്രാൻഡാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലായിരുന്നു നമ്മൾ അതിനെ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു മിനിമൽ വേർഡ് മാർക്ക് ലോഗോ ആയിരുന്നു വിയർ ലൈറ്റിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു അപ്രോച്ച് കസ്റ്റമേഴ്സിന് നല്ല രീതിയിൽ ബ്രാൻഡുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വേർഡ് മാർക്ക് ചെയ്യുന്ന സമയത്ത് Y എന്നുള്ള ലെറ്ററിൽ ഒരു നെക്ലേസ് എലിമെന്റ് കൊണ്ടുവരാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. മൂന്നാമത്തത് ആൾക്കാരുടെ മൈൻഡിൽ നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ റീബ്രാൻഡിങ് ആയിരുന്നു. അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനെ നമ്മൾ AGD ആയിട്ട് റീബ്രാൻഡ് ചെയ്തു. റീബ്രാൻഡിങ് ചെയ്ത സമയത്ത് എക്സിസ്റ്റിംഗ് ലോഗോയിലെ ഒരു എലിമെന്റ് അതിനങ്ങനെ തന്നെ കീപ്പ് ചെയ്തുകൊണ്ട് ഒരു പുതിയ മിനിമൽ കോൺസെപ്റ്റിലേക്കായിരുന്നു നമ്മൾ പുതിയ ലോഗോ കൊണ്ടുവന്നിട്ടുള്ളത്. പഴയ ലോഗോയുടെ എലിമെന്റ് അവിടെ തന്നെ കീപ്പ് ചെയ്തുകൊണ്ട് പഴയ കസ്റ്റമേഴ്സിന് പുതിയ ലോഗോനെ പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റി. ഈ 3 പ്രൊജക്റ്റുകളും കസ്റ്റമർ സെൻട്രിക് ആയിട്ട് ഡെവലപ്പ് ചെയ്യാനും അതുപോലെ സക്സസ്ഫുൾ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനും വേൾഡ് ഹാപ്പിനെസ് കോഡിന് പറ്റിയിട്ടുണ്ട്.